ഒരു മിനിറ്റ്. ആ പറയാ അച്ഛാ. അച്ഛൻ്റെ കോൾ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു അച്ഛാ. ഇന്ന് നിന്റെ അമ്മയുടെ ആണ്ട. അറിയാ അച്ഛാ. നിന്റെ ഡാൻസ് സെലക്ഷൻ എന്തായി? സെലക്ട് ആയെന്ന് വിചാരിക്കുന്നു ഞാൻ. വിശ്വ, നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട വിജയം നിശ്ചയമായിരിക്കണം. നീ എന്റെ മോന. സെലക്ട് ആയിട്ട് വിളിക്കേ. ഓക്കെ അച്ഛാ. അച്ഛൻ ഫോൺ ചെയ്ത എല്ലാം നീ അങ്ങോട്ട് പറഞ്ഞു. എടാ എല്ലാരും എന്താ ഇവിടെ വന്നിക്കുന്നേ? അവിടെ പെർഫോം ചെയ്തില്ലെന്ന് പറഞ്ഞ് ഞങ്ങളവരെ പുറത്താക്കി. ഇത്രയും കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഡിസ്ക്വാളിഫൈ ചെയ്തു. എല്ലാം വേസ്റ്റ്. വാ പോയേക്കാം. ഏയ് നിക്ക്. എങ്ങനെയെങ്കിലും സെലക്ട് ആവണം, ഇല്ലെങ്കിൽ അച്ഛന് വിഷമാവും. എന്താടാ ഇത്? സെലക്ട് ആവേണ്ട നമ്മളെ ഫോൺ ചെയ്ത് എല്ലാം നശിപ്പിച്ചിട്ട് ഇപ്പൊ സെലക്ട് ആയില്ലെന്ന് പറഞ്ഞ് വിഷമിക്കുകയാണോ? എന്താ വിശ്വാ ഇത്? എന്താ വിശ്വാ ഇത്? ഓ സോറി സാർ, എന്റെ ബ്രോ വിശ്വ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ബൾക്ക് ഓർഡർ ആയിരിക്കുമെന്നാ തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ തനിക്ക് ഡെലിവറി തരാം. ഉടനെ വെള്ളം വരണമെങ്കിൽ 1 കിലോ സവാള മേടിച്ച് അരിയെ. കണ്ണീന്ന് വരും വെള്ളം. വെക്കടാ ഫോൺ. എടാ ജപ്പാൻ, വാട്ടർ ക്യാൻ ഡെലിവറി കൊടുക്കാൻ പോയി എന്നെ അർജന്റ് ആയിട്ട് വരണമെന്നും പറഞ്ഞ് കോൾ ടാക്സി പോലെ എന്തിനാടാ വിളിച്ചത്? ഡാൻസ് ചെയ്യാൻ വേണ്ടി. ഡാൻസ് എനിക്ക് ഇഷ്ടമല്ല, നിനക്ക് അറിഞ്ഞൂടെ? എന്താണ് നിനക്ക് ഡാൻസ് ഇഷ്ടമില്ലാത്തത്? അത് ചെയ്യാൻ അറിയാത്തോണ്ട്. അതിരിക്കട്ടെ, വിശ്വയും ബോയ്സും എവിടെ? ഡെലിവറി ചെയ്യണോടാ. ഹലോ സാർ, എന്താ വേണ്ടേ? എന്തായി ചെയ്യുന്നത്? ഇതൊരു കമ്പനിയാണോ? നിന്റെ അച്ഛന് വാക്ക് കൊടുത്തു പറഞ്ഞിട്ട് എന്തിനാണ് മലയാളിയെ തന്നെ തേടിക്കൊണ്ടിരിക്കുന്നത്? ഒരു ഫോറിൻ ലേഡി കണ്ടുപിടിച്ച് കെട്ടിക്കൂടെ? അത് നടക്കുന്ന ലക്ഷണമില്ല. എന്താ കാരണം? കിട്ടില്ല. ഇവിടെയൊക്കെ 10 വയസ്സിൽ തന്നെ എല്ലാവർക്കും ബോയ് ഫ്രണ്ട് ഉണ്ട്. അതിനും താഴെ ഇറങ്ങി ചിന്തിച്ച അപ്പൊ ഫോറിൻ കൊളവാണെന്നാണോ പറയുന്നേ? അങ്ങനെയല്ലടാ ജപ്പാനെ. സാധനം സെന്റ് ആണെങ്കിൽ ഫോറിൻ പ്രൊഡക്റ്റ് ഓക്കെയാ. പക്ഷെ ഭാര്യ ആണെങ്കിൽ അത് മെയ്ഡ് ഇൻ കേരള തന്നെ വേണം. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? കെട്ടിയോൻ വെള്ളം അടിച്ചിട്ട് വന്ന് വാതിൽ മുട്ടുമ്പോ കെട്ടിയോള് തുറന്നാ അത് നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങള്. കെട്ടിയോള് കുടിച്ചിട്ടൊന്ന് വാതിൽ തട്ടി കെട്ടിയോൻ തുറക്കുകയാണെങ്കിൽ അത് വിദേശി പെണ്ണുങ്ങൾ. അതുകൊണ്ട് ഈ വഴി തന്നെ നല്ലത്. ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ആരും മറുപടി പറഞ്ഞത്? ഡെലിവറി ചെയ്തില്ല. അവിടെ ആരുടെ കിടന്ന് കസ്റ്റമേഴ്സിനോട് ആര് മറുപടി പറയും? കസ്റ്റമറാ നമ്മളെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്യാൻ വന്നിരിക്കുക. എനിക്ക് നിന്നോട് സംസാരിക്കാനില്ല. നിന്റെ ഓർഡർ എവിടെ? കോൾ വിശ്വ. വിശ്വ എവിടെ? എവിടെ വിശ്വ? വിശ്വ എവിടെ? വിശ്വ ലോക എവിടെ? എന്താ ബ്രോ, എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? അത്രയും ഫോൺ ചെയ്തിട്ട് എന്തുകൊണ്ടാ ഡെലിവറി ചെയ്യാഞ്ഞേ? ഇത് കമ്പനിയാണോ അതോ എന്താ? ഇങ്ങനെ പോവുകയാണെങ്കിൽ എല്ലാവരെയും പുറത്തേക്ക് അയച്ചിട്ട് കമ്പനി മൂടേണ്ടി വരും. എനിക്ക് അറിയാമല്ലോ, എനിക്ക് ഡിസിപ്ലിൻ ആണ് മുഖ്യം. എന്താ നോക്കുന്നേ? നിന്നെ ആടാ നോക്കുന്നേ. പോ നോക്കിയത് മതി. ഇന്നെങ്കിലും സമയത്തിനൊന്ന് ഡെലിവറി പോ. ചെല്ലേ. വിശ്വാസം വരുന്നില്ല അല്ലേ? ഞാനും പോയി ചെക്ക് ചെയ്യാം. നാട്ടിലെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള എല്ലാ ക്വാളിഫിക്കേഷനും നിനക്കുണ്ട് കേട്ടാ. 2, 4, 6, 8. Is that good for the day? That's good for the day, mate. Okay, bye. See you. Hey, look there! It's Malayali Pie! Hi! That was awesome! Thank you. ഇവളും മറക്കുന്ന ജോലി എവിടെ നോക്കിയാലും നിങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു സ്റ്റെപ്പ് കാണിച്ചില്ലേ, മറക്കാൻ കഴിയുന്നില്ല. രാവിലെയാണ് യൂട്യൂബിൽ കണ്ടത്. ഈ യൂട്യൂബും നമ്മുടെ നാട്ടിലെ കിളവികളും ഒരുപോലെയാ. ഒരു വിഷയം കിട്ടിയാൽ മതി, മുഴുവനും പാട്ടാക്കും. വിട്ടേച്ച് വാടാ. What's wrong with these people, mate? The whole of Sydney loves them. How can we eliminate them now? ഹായ് വിശ്വ, നമ്മള് ഡാൻസ് കോമ്പറ്റീഷനിൽ സെലക്ട് ആയി. ഇതെന്താടാ ഇങ്ങനെ പോകുന്നത്? വിശ്വ, ഒരു മഞ്ഞു തുള്ളി വന്ന് എൻ്റെ നെഞ്ചിൽ മെല്ലെ വീണലിഞ്ഞു പോയില്ലേ. അന്തിയാമം വന്നു പോയി നിന്നെ കണ്ട നേരം എൻ മനസ്സ് കുളിരുന്നേ.
വിഷ്വ ട്രാഫിക് വണ്ടി എടുക്ക്. സോറി. എല്ലാവരോടും സംസാരിച്ച് കൺവിൻസ് ചെയ്താണ് നിങ്ങളെ ഈ കോമ്പറ്റീഷനിൽ ചേർത്തത്. Thank you, sir. താങ്ക് യു സർ. ഇറ്റ്സ് ഓക്കെ. ഇതെല്ലാം നിങ്ങളുടെ കഴിവ് കൊണ്ട് കിട്ടിയതാണ്. ഇവന്റിന് 1 മാസമേ ഉള്ളൂ. പിന്നെ നന്നായി പ്രാക്ടീസ് ചെയ്യണം. ഡാൻസേഴ്സിന്റെ ലിസ്റ്റ് എനിക്ക് അയക്കണം. Hey mate, you okay? I'm good. I'm just placing it. Okay, cool. ഹായ്, ഇന്ത്യൻ സ്പൈസസ് എവിടെയുള്ളത്? Madam, the Indian spices are on the other rack. താങ്ക്സ്. സോറി. ഇറ്റ്സ് ഓക്കെ. ഹലോ, സ്റ്റോക്കെല്ലാം ചെക്ക് ചെയ്തില്ലേ? Left. ബ്രോ, യെസ്. ഇതാണോ അഡ്രസ് എന്ന് നോക്കിട്ട് വന്നേ. ഓക്കേ. ഹലോ സാർ. എന്തിനാ എന്റെ മോളുടെ പുറകെ വരുന്നത്? സോറി, സോ സോറി. ഞാൻ വേറെ ആരോ ആണെന്ന് വിചാരിച്ച്. ഐ റിയലി അപ്പോളജൈസ്. തെറ്റിദ്ധരിക്കരുത്. സോറി. നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് മിനറൽ വാട്ടർ സപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാനാ വരാൻ പറഞ്ഞത് മോളെ. ഇവരോട് ഇങ്ങനെ. ഇതെന്റെ മോളാ മീര. ഹായ്. ഹായ്. അമ്മയില്ലാത്ത കുട്ടിയാ, കുറച്ച് സ്നേഹം കൂടുതലാ. അതുകൊണ്ടാണ് അവളെ ആരോ ഫോളോ ചെയ്ത് ശല്യം ചെയ്യുന്നു അറിഞ്ഞപ്പോൾ ഞാൻ ടെൻഷനായത്. ഐ എം സോറി. അപ്പൊ അമ്മയുള്ള കുട്ടിയെ ഫോളോ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലേ? ഇത് ഞങ്ങളുടെ കുക്കാ, എടുത്തോളൂ. okay. നന്നായിട്ട് പാചകം ചെയ്യും. ഇവിടുന്ന് പിടിച്ചതാ. ഓരോ ഐറ്റമായി പരീക്ഷിച്ച് നോക്കുക. പ്ലീസ് കുടിക്കൂ. ഐ ആം തുടക്കറി മാർത്താണ്ഡം, സൺ ഓഫ് വടക്കറി മാർത്താണ്ഡം. ഞാൻ പാചകം തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും വയൽ വെള്ളം ഊറും. എന്തിനാ തന്നെ കാർക്കിച്ച് തുപ്പാനാ? സർ, സാറിന് എത്ര ബോട്ടിലാണ് ആദ്യം വേണ്ടത്? ആദ്യം ഒരു 100 ബോട്ടിൽ സപ്ലൈ ചെയ്യൂ. അത് കഴിഞ്ഞ് ഡിമാൻഡ് അനുസരിച്ച് പിന്നീട് ഞാൻ പറയാം. ഓപ്പണിങ്ങിന് 2 ദിവസമേ ഉള്ളൂ. കഴിക്കൂ. വാട്ടറിന് ഗംഗ എന്നുള്ള പേരിടാൻ എൻ്റെ അമ്മയുടെ പേരാണ് സർ. ഓ നൈസ്. നാട്ടിൽ വെള്ളത്തിന് വേണ്ടി എല്ലാവരും തമ്മിത്തല്ല, പക്ഷെ നിങ്ങൾ ഓസ്ട്രേലിയയിൽ വെള്ളം എത്തിച്ചിരിക്കുക. ശരി സാർ, എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇരിക്കൂ. ചുമ്മാ പോയാൽ എങ്ങനെയാ? ഓ കാശല്ല, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറ. ഓ, ബ്ലാക്ക് കോഫി സൂപ്പറായിരുന്നു സർ. സർ, സത്യ പറഞ്ഞത് ബ്ലാക്ക് കോഫി നന്നായിരുന്നു സർ. എന്തു പറ്റി? അത് കോഫിയല്ല, രസവാ. ഇത്രയും കാലം എന്റെ സ്വപ്നത്തിൽ വന്ന് കോൾ ഷീറ്റ് തന്നതിന് വളരെ നന്ദി. എടാ, എന്തിനാടാ കീറുന്നത്? എനിക്ക് ഫിക്സ് ആയെന്നോ? ഒരു പെണ്ണ് അവളുടെ ജീവന് പോലും വില കൽപ്പിക്കാതെ എന്നെ രക്ഷിക്കാൻ പുറപ്പെട്ടാൽ അതിന്റെ പേര് പ്രേമോന്നല്ലേ? അങ്ങനെയൊന്നും എനിക്ക് അങ്ങോട്ട് തോന്നിയില്ലല്ലോ. നീനൊക്കെ എങ്ങനെ തോന്നാനാ? നീ അവളുടെ അച്ഛന്റെ കൂടെ സംസാരിക്കുമ്പോ ആ ഗ്യാപ്പിലെ ആ മൈന എന്നെ തന്നെ നോക്കി നിന്നു. ചുമ്മാ എന്നെ കൺഫ്യൂസ് ആക്കാതെ ബ്രോ. കണ്ടാൽ ഉടനെ പ്രേമിക്കുകയാണോ? അവൾ നിന്നോട് ഒന്ന് പറഞ്ഞോ പ്രേമാണെന്നുവല്ലോ? അവൾ ഉടനെ പറഞ്ഞോളും. ഐ എം വെയിറ്റിംഗ്.